Assalamualaikum, welcome back to our channel. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറേ ആയില്ലേ, എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ടാവുന്നു. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയത്തക്ക റീസണൊന്നും ഇല്ല, വെറുതെ ഒരു രസം അതന്നെ. അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മുടെ ഫാദുക്കുട്ടി LKG പോകുന്നുണ്ട്, പിന്നെ ഫൈസിക്കുട്ടി സ്കൂള് തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. രാവിലെ 2 പേര് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അവരെ ഒരിക്കലും ചോറും കറിയും വെക്കലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോലെ തട്ടിക്കൊട്ടൽ ഡീപ്പ് ക്ലീനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും ശനിയാഴ്ചയാണ്. ഇന്നിപ്പോൾ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെ ചോറ് വയ്ക്കലും പാത്രം കഴുകലും അങ്ങനത്തെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, ശനിയാഴ്ചയാണല്ലോ, സ്കൂളിലല്ലോ. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മാലയും കാര്യങ്ങളൊന്നും അധികമില്ല, പക്ഷെ നമ്മുടെ ഹോളത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ മാറാലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും പറയണില്ല. അപ്പോൾ എന്തായാലും എല്ലായിടും ഒന്ന് മാറാലൊക്കെ തട്ടി ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടയ്ക്കണ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇവർക്ക് 2 പേർക്കും. ഇവരിടക്കിടക്ക് ചോദിക്കും കേട്ടോ, നമുക്ക് ഷെൽഫ് ക്ലീൻ ആക്കാമെന്ന്. പക്ഷെ നമുക്ക് ബാക്കി എല്ലാ പണിയും ഒരുങ്ങിയിട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ചോറും കറിയൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം എന്നില്ല. അപ്പം ഞാൻ പറയും പിന്നെ ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ എന്തായാലും 2 പേരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. 2 പേർക്കും തുണിയൊക്കെ കൊടുത്ത് അവർ ഷോക്കേസും പാതുകുട്ടി വാതിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടച്ചിരുന്നു. പിന്നെ നമ്മുടെ ഹാളത്തെ ജനൽ അതിലൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. റൂമത്തെ ജനലിലൊന്നും വല്ലാണ്ട് പൊടിയില്ല, കാരണം അപ്പുറത്തെ സൈഡ് വണ്ടിയും കാര്യങ്ങളൊന്നും വരില്ല. ഇവിടെ നമ്മൾ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൊടിയാവും കേട്ടോ. അതും വെള്ള കമ്പിയും കൂടി ആയതുകൊണ്ട് പൊടി ഉണ്ടെങ്കിൽ നല്ലോണം അറിയും. അങ്ങനെ ജനലൊക്കെ തുടച്ചു. പിന്നെ അടുത്തുള്ള വലിയൊരു പരിപാടിയാണ്, നമ്മുടെ സെറ്റിൻ്റെ ഈ ഒരു 3-4 ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ നിറച്ച് പൊടിയും പിന്നെ മണ്ണ്, ഫുഡിൻ്റെ സാധനങ്ങൾ, പെൻസിൽ, പേന, ചീപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കാരണം കുറച്ചധികം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, നമുക്കൊരു കൈയൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. അതേപോലെ ഗ്യാപ്പുണ്ട് സെൻറ്ററിലും പിന്നെ 2 സൈഡിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ തുണി ഇട്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്തു, പിന്നെ ബാക്കി തുണി നനച്ചിട്ട് ഫാദുക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ അവൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയല്ലേ നമുക്ക് ഇങ്ങനെ ഡീപ്പായിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ചോറും കറിയും കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ മക്കളെ കൊണ്ടാക്കുക. അത് കഴിഞ്ഞ് പിന്നെ തിരുമ്പല് തുടക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഉച്ചയാവും. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ 4 മണിക്ക് മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദിവസം ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ ദിവസം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ ശനിയും ഞായറും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വലിയൊരു പണിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാ സെറ്റും കാര്യങ്ങളൊക്കെ ഇതാ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ എന്താ പറയുക, ആരും നമ്മളെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണു. പിന്നെ അങ്ങനെ റൂമും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി. അതൊന്നും എല്ലാം പാടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിലൊന്നാമത് ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫോണിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ പാട്ട് വെച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരിയാണ്. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലീനൊക്കെ ചെയ്തു. പിന്നെ ബാക്കി ഇത് അടുക്കള അടിച്ചു വാരണം കേട്ടോ. എല്ലാ റൂമും കാര്യങ്ങളൊക്കെ അടിച്ചു വാരിയ ശേഷം ലാസ്റ്റ് അടുക്കളയും കൂടി ഇതാ അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണി ശനിയാഴ്ച ദിവസം ചില ദിവസം 4 മണിക്കാണ് ഫൈസിക്കുട്ടിക്ക് കരാട്ടെ ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ അവനെ വേഗം കുളിച്ച് റെഡിയാവാൻ പറഞ്ഞു. പിന്നെ വിളിച്ചു നോക്കിയപ്പോൾ 5 മണിക്കാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തുടക്കലും കൂടി കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് നമുക്ക് കരാട്ടെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുളിക്കണ്ടല്ലോ, അല്ലെങ്കിൽ എന്തായാലും പോകുമ്പോൾ ഡ്രസ്സ് മാറണം. അപ്പോൾ പിന്നെ വേഗം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാറാലും കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തുടച്ചുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ക്ലീൻ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിൻ്റെ സംഭവങ്ങളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാലും തുടയ്ക്കുന്ന പോലെ ആവില്ലല്ലോ. അങ്ങനെ തുടച്ചുകൂടി കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ക്ലീനായി. വൈകുന്നേരത്ത് മൂത്തച്ചി വീട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കരാട്ടെ ക്ലാസ്സിന് പോയി കേട്ടോ. നമ്മളെ റോഡിൻ്റെ അവസ്ഥയാണിത്. ഒരു സൈഡ് നല്ല പൂന്തക്കണ്ടം പോലെയും ഒരു സൈഡ് വലിയൊരു ചാലും. വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ചാലാണ്, പക്ഷേ വെള്ളം മൊത്തം നിൽക്കുകയാണ് കേട്ടോ അതിൽ. ശരിക്കും അതാണ് നമ്മുടെ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഇതാ നമ്മൾ റോഡിലെത്തി. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കണം, അപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വരും. പിന്നെ അവനെ കയറ്റിയിട്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ ശരി, ചേട്ടാ.